സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവർ, പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം പെന്തക്കോസ്ത് സഭകളിലെ മൂല്യച്യുതിയെക്കുറിച്ച് ഒരു പാഠഭേദം ഞാൻ ചെയ്തിരുന്നു. സമ്മിശ്രമാകുന്ന പ്രതികരണമാണ് ആ പാഠഭേദത്തിന് ലഭിച്ചത്. ഇന്നും ആ പാഠഭേദത്തിന് ലഭിച്ച പ്രതികരണങ്ങൾക്ക്, ചില ചോദ്യങ്ങൾക്ക് ഒരു മറുപടി പറയുക എന്നുള്ളതാണ് ഈ പാഠഭേദത്തിലൂടെ ഞാൻ ആഗ്രഹിക്കുന്നത്. പല ചോദ്യങ്ങൾ വന്നു. ഞാൻ പറഞ്ഞല്ലോ, സമ്മിശ്ര പ്രതികരണമാണ് ലഭിച്ചത് എന്ന് ഞാൻ പറഞ്ഞല്ലോ. നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞവരുണ്ട്. അത്തരത്തിലുള്ള വീഡിയോകൾ ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് എന്ന് പറഞ്ഞ് അനുമോദിച്ച, പിന്തുണച്ച ആളുകളുണ്ട്. എന്നാൽ അഭിപ്രായ വ്യത്യാസങ്ങൾ രേഖപ്പെടുത്തിയ പല കമൻറ്റുകളും ഉണ്ടായിരുന്നു. രണ്ടിനെയും ഒരേ രീതിയിൽ സ്വാഗതം ചെയ്യുന്നു. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളത് സ്വാഭാവികമാണ്. കാരണം നമ്മയെല്ലാം ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് സ്വയം തിരഞ്ഞെടുക്കുവാനുള്ള ഒരു ഫ്രീ വിൽ, ആ ഒരു വിധത്തിലാണല്ലോ ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഓരോരുത്തർക്കും അവരുടേതാകുന്ന അഭിപ്രായങ്ങളും തിരഞ്ഞെടുപ്പുകളും ഉണ്ടാകുക എന്നുള്ളത് സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള എതിരഭിപ്രായങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. എന്നാൽ ചോദ്യങ്ങൾ ചോദിച്ചവർക്ക് ഉത്തരം കൊടുക്കേണ്ടത് ആവശ്യമാണല്ലോ. പ്രസക്തമാകുന്ന ചില ചോദ്യങ്ങൾ, പ്രത്യേകിച്ചും ചിലർ ചോദിച്ചു, ഈ പെന്തക്കോസ്ത് സഭകളിലൊക്കെ ഇത്ര മൂല്യച്യുതിയാണെങ്കിൽ പിന്നെ എന്തിനാണ് പെന്തക്കോസ്തിലോട്ട് പോകുന്നത്? നിൽക്കുന്ന സഭയിൽ അങ്ങ് നിന്നാൽ പോരെ എന്ന ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ഒരു ചോദ്യം ആളുകൾ ചോദിച്ചത്, മുഖ്യധാര പെന്തക്കോസ്ത് സഭകളെക്കുറിച്ച് മാത്രമേ അതിൽ പറഞ്ഞുള്ളല്ലോ, ഇൻഡിപെൻഡൻറ്റ് ചർച്ചുകളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഒന്നും ഇല്ലായിരുന്നല്ലോ, പ്രത്യേകിച്ചും ന്യൂ ജനറേഷൻ സഭകളെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ. ഇതായിരുന്നു രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്. മൂന്നാമത്തെ ചോദ്യം, അതൊരു ചോദ്യമാണോ അഭിപ്രായമാണോ എന്ന് ചോദിച്ചാൽ രണ്ടിൻ്റെയും ഇടയിൽ നിൽക്കുന്നു. ഒരു സഭയും പെർഫെക്റ്റ് അല്ല. അതുകൊണ്ട് ഇങ്ങനെ സഭകളുടെ പ്രശ്നങ്ങൾ നോക്കി നമ്മൾ നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ദൈവത്തെ വിളിച്ച് അങ്ങ് ജീവിച്ചാൽ മതി, നമ്മൾ വിശ്വസ്തരായിരുന്നാൽ മതി. ഭാഗികമായി ശരിയായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. പക്ഷേ അതിൽ ഒരു ചോദ്യമുണ്ട്. സഭകൾക്ക് അല്ലെങ്കിൽ ഡിനോമിനേഷൻസിന് പെർഫെക്റ്റ് ആകുവാൻ കഴിയുമോ എന്ന ഒരു ചോദ്യമുണ്ട്. ഈ ചോദ്യത്തിന് ഞാൻ അല്പം വിശദമായി ഉത്തരം പറയുന്നുണ്ട്. നാലാമത്തെ ഒരു ചോദ്യം, അതായത് എന്തുകൊണ്ടാണ് ഏത് പ്രസ്ഥാനം അല്ലെങ്കിൽ ഏത് ഡിനോമിനേഷനാണ് ഈ എന്നെ കോൾ ചെയ്ത ആളുകൾ പറഞ്ഞ ഡിനോമിനേഷനിൽ തുറന്ന് പറയാതിരുന്നത്? ഒഴുക്കൻ മട്ടിൽ കുറേ സഭകളുടെ പേര് ഒന്നിച്ചങ്ങ് പറയുകയല്ലേ ചെയ്തത്. ആരാണ്, ഏത് സഭക്കാരാണ് എന്ന് തുറന്നു പറയാൻ എന്തുകൊണ്ട് ഞാൻ ധൈര്യം കാണിച്ചില്ല? മാത്രമല്ല, ആ കൂട്ടത്തിൽ വന്ന ചില അഭിപ്രായങ്ങൾ, അവർ പറഞ്ഞ കാര്യം, TPM എന്തിനാണ് ഇതിനകത്ത് വലിച്ചിട്ടത്? TPM സഭയെക്കുറിച്ച് ഞാൻ ആ കൂട്ടത്തിൽ, അസംബ്ലീസ് കോഡ്, IPC, ഷാരോൻ എന്നൊക്കെ പറയുന്ന കൂട്ടത്തിൽ TPM സഭയും എന്ന് പറഞ്ഞത് ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ആ സഭയുടെ പേരും അതിനകത്ത് പറഞ്ഞത്? ഈ കൂട്ടത്തിൽ പെടുന്നത്, അല്ലെങ്കിൽ ഇതുപോലെ സഭാരാഷ്ട്രീയമുള്ള സഭയൊന്നുമല്ലല്ലോ TPM എന്ന ഒരു അഭിപ്രായം കൂടി വന്നു. ഈ കൂട്ടത്തിൽ തന്നെ വന്ന ഒരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ അരുൺ ഉമ്മൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, ഇന്ന് പെന്തക്കോസ്തിനെതിരെ ഒത്തിരി ശക്തമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ അരുൺ ഉമ്മൻ ഏത് സഭക്കാരനാണെന്ന് ഞാൻ പറയാഞ്ഞത്? അത് പറയാനുള്ള ധൈര്യം എനിക്ക് ഇല്ല എന്നാണ് ചിലരുടെ അഭിപ്രായങ്ങൾ. ഇത്തരം ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരം പറയുകയാണ് ഈ പാഠഭേദത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലൂടെ. അതായത്, എന്തുകൊണ്ടാണ് ഞാൻ ഈ പ്രസ്ഥാനങ്ങളിലൂടെ പേര് പറയാഞ്ഞത്? എന്തുകൊണ്ടാണ് അരുൺ ഉമ്മൻ എന്ന വ്യക്തി ഏത് സഭക്കാരനാണ് എന്ന് ഞാൻ തുറന്നു പറയാഞ്ഞത്? ഇപ്പം 4 ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് ഞാൻ പറയുന്നത്. അവസാനത്തെ ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ എൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രസ്ഥാനം മോശമാണെന്ന് വരുത്തി തീർക്കാനുള്ള ആഗ്രഹമോ അങ്ങനൊരു ഇൻറ്റൻഷനോട് കൂടിയല്ല നമ്മൾ ഈ വീഡിയോ ചെയ്തത്. മറിച്ച് എല്ലാ സമൂഹത്തിലുമുള്ള മൂല്യച്യുതി, ആ മൂല്യച്യുതിക്ക് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടെത്തുവാൻ കഴിയുമോ എന്ന ഒരു ചിന്തയോടെ എനിക്ക് ലഭിച്ച ചില നിയോഗങ്ങൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുകയാണ് ഞാൻ
ചെയ്തത്. അല്ലാതെ എന്നെ ഫോൺ ചെയ്തവരോ അല്ലെങ്കിൽ ഈ അരുൺ ഉമ്മൻ എന്ന് പറയുന്ന വ്യക്തിയുടെയോ ഒന്നും എക്സ് സഭാ ബാക്ക്ഗ്രൗണ്ട് എനിക്ക് അറിയാത്തത് കൊണ്ട് അല്ല. പക്ഷേ മനഃപൂർവ്വമായി ഞാൻ അത് അവോയ്ഡ് ചെയ്തു. കാരണം എൻ്റെ ലക്ഷ്യം ഏതെങ്കിലും ഒരു സഭാ സമൂഹത്തെ ഈ പറഞ്ഞതുപോലെ പ്രതിക്കൂട്ടിൽ നിർത്തുക എന്നുള്ളത് അല്ല. അതിപ്പോഴും അങ്ങനെയല്ല. ശുദ്ധ മനസ്സാക്ഷിയോടുകൂടിയുള്ള എൻ്റെ ഒരു ആഗ്രഹം, ഇത്തരം അനുഭവങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ നാം പുനർവിചിന്തനം ചെയ്യുവാൻ തയ്യാറാകണം. പ്രത്യേകിച്ചും യൗവനക്കാർ നമ്മുടെ സഭയിൽ നിന്ന് അകന്നു പോകാതെ അവരെ നേരിൻ്റെ വെളിച്ചത്തിൽ നടത്തുവാൻ നമുക്ക് കഴിയണം എന്ന സതുദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോകൾ ഒക്കെ ചെയ്യുന്നത്. ചിലർ ഇങ്ങനെ ഒക്കെ എന്നോട് ചോദിച്ചു, നിങ്ങളുടെ സഭയിൽ ഇതൊക്കെ ഉണ്ടോ എന്നും ചോദിച്ചു. സത്യത്തിൽ എൻ്റെ ഒരു വലിയ സഭയൊന്നുമല്ല, ചെറിയ ഒരു കൂട്ടായ്മയാണ് ഞങ്ങളുടേത്. ഒരു 10-60 ഫാമിലി ഉള്ള 150 പേരൊക്കെ ആരാധനയ്ക്ക് വരുന്ന ഒരു കൂട്ടായ്മയാണ്. പക്ഷേ ദൈവത്തിൻ്റെ കൃപയാൽ ഞങ്ങളുടെ ചർച്ചിൽ എന്നെക്കാട്ടിലും പ്രായം കുറഞ്ഞവർ, ചെറുപ്പക്കാർ ചർച്ചിൻ്റെ ഒരു 75% അധികമുണ്ടെന്ന് മാത്രമല്ല, അവരൊക്കെ വളരെ കർത്താവിന് വേണ്ടി ശക്തമായി ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളത് സന്തോഷത്തോടുകൂടെ എനിക്ക് പറയുവാൻ കഴിയും. ഞാൻ മറ്റൊരു സന്ദർഭത്തിൽ ഞങ്ങളുടെ ചർച്ചിൽ യൗവനക്കാരെ സപ്പോർട്ട് ചെയ്യുവാൻ വേണ്ടി എന്താണ് ചെയ്യാറുള്ളത് എന്ന് ഒരു വീഡിയോ ഞാൻ നേരത്തെ തന്നെ ചെയ്തിരുന്നു. അതുകൊണ്ട് ആവർത്തന വിരസത ഉണ്ടാകുമെന്നുള്ള ഭയം കൊണ്ട് ഇനിയും അത് ആവർത്തിക്കുന്നില്ല. അന്ന് ഞാൻ പറഞ്ഞതാണ്, യൂത്തിനെ പിന്താങ്ങുവാൻ അല്ലെങ്കിൽ കൈത്താങ്ങൽ കൊടുക്കുവാൻ യൂത്ത് പ്രോഗ്രാംസ് വെക്കുന്നതാണ് ഒരു സൊല്യൂഷൻ എന്ന് ഇപ്പോഴും പല സഭകളും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. അതായത് ഈ നമ്മുടെ പ്രസ്ഥാനങ്ങളിലെല്ലാം യൂത്ത് മൂവ്മെൻറ്റ്സ് ഉണ്ടല്ലോ, YP, CEM, പിന്നെ ക്രൈസ്റ്റ് അംബാസഡേഴ്സ്, PYPA എന്നൊക്കെയുള്ള പേരിൽ എന്തെങ്കിലുമൊക്കെ യൂത്ത് മൂവ്മെൻറ്റ്സ് നമുക്കൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ യൂത്ത് മൊമെൻറ്റ്സ് ആണ് ഒരു സൊല്യൂഷൻ എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചു പോകുന്നു. പക്ഷേ അത് ശരിയല്ല. ഞങ്ങളുടെ ചർച്ചിൽ അങ്ങനെ ഒരു യൂത്ത് പ്രോഗ്രാം ഇല്ല. അതായത് വാക്യ മത്സരം, പ്രസംഗം, പിന്നെ സിംഗിൾ സോങ്, ഗ്രൂപ്പ് സോങ്, പിന്നെന്താണ് ബൈബിൾ റെഫറൻസ്, പിന്നെ സ്പെഷ്യൽ പ്രോഗ്രാം, ഇതൊക്കെ ചെയ്യുന്ന ഒരു പ്രോഗ്രാം ഞങ്ങളുടെ ചർച്ചിലില്ല. പക്ഷേ ഞങ്ങളുടെ ചർച്ചിൽ എല്ലാ ആഴ്ചയിലും യൂത്ത് മീറ്റിംഗ്സ് ഉണ്ട്. യൂത്തിൻ്റെതാകുന്ന ഫാസ്റ്റിംഗ് പ്രയറുകൾ, യൂത്ത് ഒന്നിച്ച് ചേർന്ന് സ്പിരിച്വൽ എംഫസൈസിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ, പ്രത്യേകിച്ചും ആത്മനിറവിൻ്റെ അനുഭവങ്ങൾ, പരിശുദ്ധാത്മ നിറവിൻ്റെ അനുഭവങ്ങൾക്ക് വേണ്ടി അവർ കാത്തിരിക്കുന്ന അനുഭവങ്ങൾ ഞങ്ങളുടെ ചർച്ചിൽ എല്ലാ വീക്കിലും ഉണ്ട്. ആ മീറ്റിങ്ങുകൾക്ക് ഞാൻ പങ്കെടുക്കാറ് പോലും ഇല്ല. ഞങ്ങളുടെ ചർച്ചിലെ യൂത്ത് ടീമിലെ എൽഡേഴ്സായ മൂത്ത കുട്ടികൾ കൊച്ചുകുട്ടികളെ മെൻറ്റർ ചെയ്യുന്നു, അവരെ ഉത്സാഹിപ്പിക്കുന്നു, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് കർത്താവിനോട് കൂടെ നടക്കാൻ ഉത്സാഹിപ്പിക്കുന്നു. അതിൻ്റെ ഒരു എഫക്റ്റ് ഞങ്ങളുടെ ചർച്ചിൻ്റെ യൗവനക്കാരുടെ ഇടയിൽ ഉണ്ട്. നേരത്തെ ചെയ്ത വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളായതുകൊണ്ട് ഇനി ഞാനത് ആവർത്തിക്കുന്നില്ല. അപ്പോൾ എൻ്റെ ഉദ്ദേശം ഇതാണ്, നമ്മുടെ യൗവനക്കാരൊക്കെ ക്രിസ്തു അനുരൂപമായി വളർത്തപ്പെടണം. ഈ പറഞ്ഞ ഈ അരുൺ ഉമ്മൻ്റെ വീഡിയോ കണ്ട ശേഷം അവരുടെ കൺസേൺ എന്നെ അറിയിച്ചവരൊക്കെ പറഞ്ഞത്, നമ്മുടെ കുട്ടികളൊക്കെ ഈ വീഡിയോ കണ്ടിട്ട് വളരെയധികം തെറ്റിദ്ധരിക്കപ്പെടുവാൻ സാധ്യതയുണ്ട്. ഒരു സമൂഹത്തിൽ ഇത്രയും ഭിന്നിപ്പുണ്ടാക്കാൻ കഴിവുള്ള മറ്റൊരു വിശ്വാസ സമൂഹമുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് ഡൗട്ടുള്ള ഒരു കാര്യമാണ്. ഈ പാസ്റ്റർമാർക്ക് നമ്മുടെ ലൈഫിലുള്ളൊരു കൺട്രോൾ എന്ന് പറയുന്നത്, ഇത്രയും അധികം പേഴ്സണൽ ലൈഫിൽ പെനിട്രേറ്റ് ചെയ്തിട്ട് നമ്മളെ കൺട്രോൾ ചെയ്യുക അവരുടെ കയ്യിലാണ്. ഒരു വിശ്വാസിയായി കഴിഞ്ഞാൽ മറ്റേ തലച്ചോറെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം അയാളുടെ കൺട്രോളിൽ ഓടുന്ന സ്പ്രിങ് കൊടുത്ത് ഓടുന്ന പാവകളും നമുക്ക് പറയാം. അങ്ങനെ കുറച്ച് പാവകൾ മാത്രമാണ്, സ്വന്തമായി ചിന്താശേഷി ഇല്ലാത്ത, ക്രിട്ടിക്കലി ഒന്നിനെയും അനലൈസ് ചെയ്ത് കാണാൻ കഴിവില്ലാത്ത കുറച്ച് പാവകൾ മാത്രമാണ്. ഞാനും പെന്റിക്കോസ്റ്റിൽ ജനിച്ച് വളർന്ന ആളായതുകൊണ്ട് എനിക്ക് അറിയാം. ഈ അരുൺ ഉമ്മൻ പറഞ്ഞതുപോലെയുള്ള അനുഭവങ്ങളൊന്നും എനിക്ക് പെന്റിക്കോസ്റ്റിൽ നിന്ന് നേരിട്ടിട്ടില്ല. അല്ല എങ്കിൽ ഞാൻ ഈ പറയുന്നത് പോലെ ഡിപ്രഷനിലാകുന്നത് പോലെയോ വലിയ ഈ പെന്തക്കോസ്റ്റിനെ വെറുക്കത്തക്കവണ്ണമുള്ള അനുഭവങ്ങളൊന്നും എനിക്കുണ്ടായിട്ടില്ല. അനുഭവങ്ങൾ എല്ലായിടത്തും ഉണ്ടാകും. ആളുകൾ നമ്മളോട് പറയുന്ന വാക്കുകൾ നമ്മെ മുറിവേൽപ്പിച്ചെന്നിരിക്കാം. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഒരു ഈ മൈൻഡ് കൺട്രോളിങ് ടെക്നിക്കൊന്നും എൻ്റെ മേലാരും ഇന്ന് വരെ പെന്തക്കോസ്റ്റിൻ്റെ അകത്ത് ഉപയോഗിച്ചതായിട്ട് എനിക്ക് അനുഭവിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ഒട്ടുമുക്കാൽ പെന്തക്കോസ്ത് കുഞ്ഞുങ്ങളുടെയും അനുഭവം അതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ വ്യക്തിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ മനഃപൂർവ്വമായിട്ട് അദ്ദേഹത്തിൻ്റെ ചർച്ച് ബാക്ക്ഗ്രൗണ്ട് ഒന്നും പറഞ്ഞില്ല. പക്ഷേ ചിലർ അത് കണ്ടിട്ട്, അതായത് ഞാൻ ഈ പല ചർച്ചിൻ്റെ പേര് പറഞ്ഞ കൂട്ടത്തിൽ TPMൻ്റെയും പേര്
പറഞ്ഞതുകൊണ്ട് അത് സഹിക്കാൻ വയ്യാതെ എനിക്ക് തോന്നുന്നു TPM-കാരാണെന്ന് തോന്നുന്നു, അവർ ആ വീഡിയോയുടെ താഴെ കമൻ്റ് ഇട്ടു. കമൻ്റ് ഇടുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സ്വാഗതം ചെയ്യുന്ന കൂട്ടത്തിലാണ്. എന്നെ വൈരാഗ്യത്തോടു കൂടിയോ ദേഷ്യത്തോടു കൂടിയോ വിളിച്ചാൽ പോലും ഞാൻ അതൊക്കെ സ്വാഗതം ചെയ്യുവാനുള്ള ഒരു ടോളറൻസ് ദൈവത്തിൻ്റെ കൃപയാൽ കർത്താവ് എനിക്ക് നൽകിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പക്ഷേ ആ കമൻറ്റ് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു തോന്നലുണ്ടായി, ഞാൻ ഈ അരുൺ എന്ന് പറയുന്ന വ്യക്തിയുടെ ചർച്ച് ബാക്ക്ഗ്രൗണ്ട് ഞാൻ വെളിപ്പെടുത്തിയേ മതിയാകുകയുള്ളൂ. അതുകൊണ്ട് ഇന്ന് ജസ്റ്റ് എന്തുകൊണ്ടാണ് ഞാൻ ആ കുട്ടിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് TPM-ൻ്റെ പേര് പറഞ്ഞതെന്നുള്ള റീസൺ വെളിപ്പെടുത്തുവാൻ വേണ്ടി മാത്രം, എന്നോടിങ്ങനെ ചോദ്യങ്ങളുണ്ടായതുകൊണ്ട് മാത്രം ഞാൻ അദ്ദേഹത്തിൻ്റെ ചർച്ച് ബാക്ക്ഗ്രൗണ്ട് ഞാൻ വെളിപ്പെടുത്തുകയാണ്. എനിക്ക് കിട്ടിയ കമൻറ്റിൽ 1-2 ഞാൻ വായിക്കാം. ഞാൻ ആളുകളുടെ പേര് കഴിവതും അവോയ്ഡ് ചെയ്യുന്നു. ഒരു വ്യക്തി എനിക്കിട്ടിരിക്കുന്ന കമൻറ്റ്, ജോൺ എന്നാണ് പേര്, മുഴുവൻ പേരും പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ നെയിം നമുക്ക് മനസ്സിലാക്കാനിടയായിട്ടുണ്ട്, പക്ഷെ അതൊന്നും പറയുന്നില്ല. TPM പെന്തക്കോസ്ത് ചർച്ച് അല്ല, അതൊരു മിഷൻസ് മാത്രമാണ്. എൻ്റെ വീഡിയോയുടെ താഴെ വന്ന കമൻറ്റാണ്. അതിന് മറുപടിയായി മറ്റൊരാൾ ലവ് യുവർ എനിമി എന്ന് പറയുന്ന ഒരു ഐഡിയിൽ നിന്ന് ഒരു മെസ്സേജ് ഇട്ടിരിക്കുന്നു. TPM സഭയിൽ ആണ് പെന്തക്കോസ്തിൻ്റെ അനുഭവമുള്ളത്. ഇതെല്ലാം ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ TPM എന്ന പേര് പറഞ്ഞത് വെറുതെ ബാക്കി പെന്തക്കോസ്തുകാരുടെ കൂട്ടത്തിൽ അവരെ ഉൾപ്പെടുത്തി എന്ന സങ്കടം കൊണ്ടാണ് ഇത് പറഞ്ഞതെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അതുപോലെ തന്നെ വന്ന മറ്റൊരു കമൻ്റാണ്, ദർ ഇസ് നോ സച്ച് പൊളിറ്റിക്സ് ഇൻ TPM, നോ ഇലക്ഷൻ, നോ ഫാമിലി പൊളിറ്റിക്സ്, നോ ഗ്രീഡ് ഫോർ മണി എക്സെട്ര, ബട്ട് യൂത്ത്സ് ആർ നോട്ട് കമ്മിങ് ക്ലോസർ ദോ ദേ ആർ അറ്റൻഡിങ് ചർച്ച് റെഗുലർലി, കമ്പാരിറ്റീവ്ലി ബെറ്റർ ദാൻ IPC, ചർച്ച് ഓഫ് ഗോഡ്, AG, ഷാരോൺ ആൻഡ് ന്യൂ ലൈഫ്. ഇതും ഞാൻ വിശ്വസിക്കുന്നു. തമ്പി എന്ന് പറയുന്നൊരു വ്യക്തി, മുഴുവൻ പേര് ഞാൻ പറയുന്നില്ല, അദ്ദേഹം ഇട്ട കമൻ്റാണ്. അതായത് TPM ചർച്ചിനകത്ത് പൊളിറ്റിക്സ് ഒന്നുമില്ല, ഇലക്ഷൻ ഇല്ല, ഫാമിലി പൊളിറ്റിക്സ് ഇല്ല, അത്യാഗ്രഹമില്ല, പണത്തിൻ്റെ പിന്നാലെ പോകുന്ന പരിപാടിയില്ല. പക്ഷേ യൗവനക്കാർ പിന്നെ അധികം അടുത്ത് വരുന്നില്ല. നോട്ട് കമ്മിങ് ക്ലോസർ, ദൈവത്തോടാകാം അല്ലെങ്കിൽ ചർച്ചിനോടാകാം, വാട്ട് എവർ, യൗവനക്കാർ അടുത്ത് വരുന്നില്ല. ദോ ദേ ആർ അറ്റൻഡിങ് ചർച്ച് റെഗുലർലി. ചർച്ച് റെഗുലറായിട്ട് ഈ TPM-ലെ യൗവനക്കാർ അറ്റൻഡ് ചെയ്യുന്നെങ്കിലും അവർ ദൈവത്തോടോ അല്ലെങ്കിൽ TPM സഭയോടോ അവിടെ വ്യക്തമല്ല കമൻറ്റിൽ, അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ പറഞ്ഞു കേട്ടോ, അടുപ്പമുള്ളവരല്ല. കമ്പാരിറ്റീവ്ലി ബെറ്റർ ദാൻ IPC, ചർച്ച് ഓഫ് ഗോഡ്, AG, ഷാരോൺ ആൻഡ് ന്യൂ ലൈഫ്. ചർച്ച് ഓഫ് ഗോഡിനെക്കാട്ടിലും IPC-ക്കാട്ടിലും AG-ക്കാട്ടിലും ഷാരോനെക്കാട്ടിലൊക്കെ കമ്പാരിറ്റീവ്ലി ഒന്ന് താരതമ്യം ചെയ്താൽ ഭേദമാണ് TPM എന്നാണ് ഈ പറഞ്ഞ തമ്പി എന്ന് പറയുന്ന സഹോദരൻ ഇട്ടിരിക്കുന്ന കമൻറ്റ്. അപ്പോൾ ഇതൊക്കെ ആളുകളിങ്ങനെ ഞാൻ TPM എന്ന പേര് മെൻഷൻ ചെയ്തതുകൊണ്ടാണ് ഇവരിങ്ങനെ കമൻറ്റ് ഇട്ടതെന്ന് ഞാൻ മനസ്സിലാക്കി. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു പർട്ടിക്കുലർ ഡിനോമിനേഷനെ മാത്രം പറയാതെ എല്ലാവരുടെയും പേരെടുത്തങ്ങ് പറയുകയായിരുന്നു. കാരണം എൻ്റെ ഉദ്ദേശം, ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഇടയിലെ മൂല്യച്യുതികൾ, ചെറുപ്പക്കാർ നമ്മളിൽ നിന്ന് അകന്നു പോകുന്നെങ്കിൽ, നമ്മുടെ സഭകളിൽ നിന്ന് അകന്നു പോകുന്നെങ്കിൽ അവർ മടങ്ങി വരാനിടയായി തീരണം. അതിൻ്റെ കാരണം എന്തെന്ന് നമ്മൾ കണ്ടെത്തണം എന്ന ഒരു ലക്ഷ്യമാണ് നമുക്കുള്ളത്. ഇരുട്ടുകൊണ്ട് ഓട്ടയടച്ചിട്ട് കാര്യമില്ല. നമ്മൾ ജീവിക്കുന്നത് പുതിയ നൂറ്റാണ്ടിലാണ്. കുഞ്ഞുങ്ങൾക്ക് നമ്മളെക്കാട്ടിലും അവർ എക്യുപ്പൈഡാണ്. നമ്മുടെ ഓരോ ചോദ്യങ്ങൾക്കും നമ്മുടെ ഓരോ പഠിപ്പീരുകളും അവർ പോയി സെർച്ച് ചെയ്ത് അവർ പഠിക്കാൻ ശ്രമിക്കും. അതൊരു പക്ഷേ നമുക്ക് കൗണ്ടർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, നമുക്ക് അവർക്ക് ഉത്തരം കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് ദൂരെ പോകും. പ്രത്യേകിച്ചും ജഡത്തിൽ മാത്രം നമ്മൾ ഓടിക്കഴിഞ്ഞാൽ, ജഡീകമായിട്ട് മാത്രം നമ്മൾ പഠിപ്പിച്ചു കഴിഞ്ഞാൽ, അവരുടെ തലച്ചോറ് നിറച്ച് നമ്മൾ ഈ വചനമെല്ലാം കുത്തി നിറച്ചാലും പരിശുദ്ധാത്മാവ് അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അവരെ നിലനിർത്തുവാൻ നമുക്ക് കഴിയത്തില്ല. അത് വളരെ സങ്കടകരമാണ്. ഇനിയും ഈ പറഞ്ഞ അരുൺ ഉമ്മനെപ്പോലെ ഒരു ചെറുപ്പക്കാരനും നമ്മുടെ ചർച്ചകളിൽ നിന്ന് വേദനിച്ച് പുറത്തു പോകുവാൻ, നമുക്കെതിരെ സംസാരിക്കാൻ ഇടവരരുത് എന്നൊരാഗ്രഹത്തോടു കൂടി മാത്രമാണ് ഞാൻ ആ സദുദ്ദേശത്തോടു കൂടിയാണ് ആ വീഡിയോകൾ ചെയ്തത്. പക്ഷേ ചിലർക്കത് മനസ്സിലാകാൻ കഴിഞ്ഞില്ല. പേരില്ലാത്ത ഒരു ഐഡിയിൽ നിന്നൊരു കമൻറ്റ് വന്നു. ആ കമൻറ്റ് കണ്ടതുകൊണ്ടാണ് ഞാൻ സത്യത്തിൽ ഈ അരുൺ ഉമ്മൻ്റെ ചർച്ച് ബാക്ക്ഗ്രൗണ്ട് വെളിപ്പെടുത്താമെന്ന് തീരുമാനിച്ചത്. കമൻറ്റ് ഇങ്ങനെയാണ്: ഒന്ന് പോടോ, TPM-കാരുടെ പേരും എടുത്ത് കൊണ്ട് വരുന്നു. അതായത് ഞാൻ TPM എന്ന പേര് പറഞ്ഞത് ഈ വ്യക്തിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ഫേക്ക് ഐ ഡി ആണെന്ന് എൻ്റെ വിശ്വാസം. കാരണം അദ്ദേഹം ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ആരാണെങ്കിലും സ്വന്തം ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താതെ കാര്യങ്ങൾ പറയാൻ എളുപ്പമില്ല. N+
RN എക്സാം എന്നൊക്കെയാണ്. അപ്പം എനിക്കറിയില്ല ഇത് ഏതെങ്കിലും ഓർഗനൈസേഷൻ ആണെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. കാരണം ഈ ഐഡിക്കകത്ത് ഒരു വീഡിയോ പോലും ഇല്ല. എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ 10 വീഡിയോ ഇടും അവരുടെ പ്രോഗ്രാമിനെ കുറിച്ച്, അവരുടെ ബിസിനസ്സിനെ കുറിച്ച്. ഇതൊന്നുമില്ല. അപ്പോൾ ഇത് ഇങ്ങനെ ഫേക്ക് ഐഡിയ ആയിട്ട് ഉണ്ടാക്കിയൊരു ഐഡിയ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരു പക്ഷേ ഇതൊരു TPM കാരൻ പോലും ആയിരിക്കത്തില്ല. വെറുതെ TPMനെ മോശപ്പെടുത്താൻ, നാണം കെടുത്താൻ വേണ്ടി നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കമൻ്റ് ഇട്ടതാകാം. ഒന്ന് പോടൂ, TPM കാരുടെ പേരും എടുത്ത് കൊണ്ട് വരുന്നു. ഷാരോൺ ചർച്ച നല്ലതാണോ? എനിക്കടുത്തിൽ ഈ ഷാരോൻ്റെ കാര്യം എന്താ ചോദിച്ചെന്ന്. ഒരു പക്ഷേ ഞാൻ എൻ്റെ മാതൃസഭ ഷാരോൻ ആണെന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാകാം ഞാനിപ്പോൾ പിന്നെ ഹാർവസ്റ്റ് മിഷൻ എന്ന പേരിൽ ഇൻഡിപെൻഡൻ്റായിട്ട് കർത്താൻ്റെ വേലയാണ് ചെയ്യുന്നത്. പിന്നെ ഷാരോൻ്റെ കാര്യം മാത്രം പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല. IPC നല്ലതാണോ, AG നല്ലതാണോ എന്ന് പലതും കൊണ്ട് ഒന്ന് ചോദിച്ചായിരുന്നെങ്കിൽ എനിക്ക് ചിന്തിക്കായിരുന്നു. ഞാൻ ഈ പെന്തക്കോസ്ത് മുഖ്യധാരാ സമൂഹത്തിൻ്റെ കൂടെ നിൽക്കുന്നത് കൊണ്ടാകാം ആ ചോദ്യം വന്നത്. കുറ്റവും പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നു, പോയി പ്രാർത്ഥിക്ക് മറ്റുള്ളവർക്ക് വേണ്ടി. ഇതാണ് കമൻറ്റ്. അതായത് ഞാൻ ഈ പറയുന്നതെല്ലാം കുറ്റം പറയുകയാണെന്നാണ് ഈ മാന്യദേഹത്തിൻ്റെ ഈ N+RN എക്സാം എഴുതാൻ പോകുന്ന ആളാണോ, എഴുതിക്കാൻ പോകുന്ന ആളാണോ ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഞാനിങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ്. അങ്ങനെയൊന്നുമല്ല കേട്ടോ. കുറ്റം പറയാനിരിക്കുകയായിരുന്നെങ്കിൽ അന്നത്തെ വീഡിയോയിൽ തന്നെ എനിക്ക് ഈ അരുൺ ഉമ്മൻ്റെ ബാക്ക്ഗ്രൗണ്ട് വെളിപ്പെടുത്താൻ പറ്റുമായിരുന്നു. പക്ഷേ എൻ്റെ ഉദ്ദേശം അതല്ലാത്തത് കൊണ്ട് ഞാൻ വെളിപ്പെടുത്തിയില്ല. പക്ഷേ ഇപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. നമ്മളങ്ങനെ പല കാര്യങ്ങളും മറച്ചു വെക്കുമ്പോൾ അത് പിന്നെയും ഇതുപോലുള്ള ചോദ്യങ്ങൾക്ക് കാരണമായി തീരും. അതുകൊണ്ട് കുറച്ചുകൂടെ സത്യസന്ധമായിട്ട് ധൈര്യത്തോടു കൂടെ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയണമെന്ന് എനിക്ക് തോന്നി. ഞാനതിന് മറുപടി കൊടുത്തു കേട്ടോ. TPM ചേട്ടാ, ഈ കമൻറ്റ് എന്താ വരാത്തതെന്ന് കാത്തിരിക്കുകയായിരുന്നു. അതായത് ഞാൻ ഇങ്ങനൊരു കമൻറ്റ് പ്രതീക്ഷിച്ചതാണ്. ഞാൻ TPMൻ്റെ പേര് ആ കൂട്ടത്തിൽ പറഞ്ഞതുകൊണ്ട് ആരെങ്കിലും പറയും ഈ പ്രശ്നങ്ങളൊന്നും TPMില്ല, നിങ്ങൾ വെറുതെ TPMൻ്റെ പേര് വലിച്ചിഴക്കില്ലെന്ന് പറയും എന്ന് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് ഇരുന്നതാണ്. അപ്പോൾ അതിൻ്റെ മറുപടി വന്നു കേട്ടോ. ഈ N+RN പറഞ്ഞിരിക്കുന്നത് നിങ്ങളൊരു കള്ളനാണ്. ഞാൻ എന്ത് കള്ളനാണെന്ന് എനിക്കറിയില്ല, ആരുടെയാ മോട്ടിച്ചതെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ ഇദ്ദേഹം എനിക്ക് എഴുതിയിരിക്കുന്നത് നിങ്ങളൊരു കള്ളനാണ്. പാസ്റ്റർ എന്നുള്ള പേര് പറഞ്ഞ് ഇറങ്ങും. ഒറിജിനൽ ആയിരുന്നുവെങ്കിൽ യൂട്യൂബിൽ വന്നിരുന്ന് ഇങ്ങനെ പറയില്ല. പോയിരുന്ന് പ്രാർത്ഥിക്കടൂ, നശിച്ചു പോകുന്ന ജനങ്ങൾക്ക് വേണ്ടി. അപ്പോൾ ഞാൻ സ്നേഹത്തോടു കൂടെ പറയാം, സത്യത്തിലെ ഈ അരുൺ ഉമ്മൻ അദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ടപ്പോൾ തന്നെ ഏത് സഭക്കാരനാണെന്ന് ഞാൻ അന്വേഷിച്ചു. എനിക്കതിന് ഉത്തരവും കിട്ടി കേട്ടോ. അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ നിന്ന് തന്നെ കിട്ടി. ഞാൻ ആ ചെറിയ ക്ലിപ്പൊന്ന് കാണിക്കാം. അപ്പം അരുണിന്റെ വീട്ടുകാരും ദശാംശമൊക്കെ കൊടുക്കുന്ന ആൾക്കാരായിരിക്കും. തീർച്ചയായിട്ടും എല്ലാ മാസവും കൃത്യം 10%. TPM ആകുമ്പോൾ കുറച്ചുകൂടി ഇനിയിപ്പോ എല്ലാവരും എന്നെ കല്ലെറിയും. TPM ആകുമ്പോൾ കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആണെന്ന് എനിക്കറിയാം. നിങ്ങൾ ഈ ക്ലിപ്പ് കണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ല അരുൺ ഉമ്മൻ ആരാണെന്ന്. അദ്ദേഹത്തിൻ്റെ ചാനലിൽ വന്ന വീഡിയോയിൽ നിന്ന് ഒരു ചെറിയ ക്ലിപ്പാണ് ഞാൻ കാണിച്ചത്. അദ്ദേഹവും മറ്റൊരു വ്യക്തിയുമായിട്ടുള്ള സംഭാഷണം. അത്രയും മാത്രം നിങ്ങൾക്ക് കേട്ടാൽ മതി. അപ്പോൾ ഞാൻ സത്യസന്ധമായിട്ട് പറയാം, എനിക്ക് എന്തെങ്കിലും ഒരു വിധത്തിൽ ഏതെങ്കിലും ഒരു സമൂഹത്തെ അങ്ങനെ പറഞ്ഞ് മോശപ്പെടുത്തണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ അന്നേ എനിക്ക് പ്രസ്ഥാനങ്ങളുടെ പേര് പറയാമായിരുന്നു. പക്ഷേ ഞാനിത് പറഞ്ഞില്ല. കാരണം എൻ്റെ ഉദ്ദേശം അതല്ല പ്രിയമുള്ളവരെ. അപ്പോൾ ഈ അരുൺ ഉമ്മൻ IPC ആണെങ്കിലും ചർച്ച ബോർഡ് ആണെങ്കിലും അല്ല TPM ആണെങ്കിലും അതല്ല ഇവിടുത്തെ ഇഷ്യൂ എന്ന് പറയുന്നത്. അതല്ല, നമ്മുടെ ചെറുപ്പക്കാർ നമ്മിൽ നിന്ന് ദൂരെ പോകുന്നു. ഞാൻ പ്രാർത്ഥിക്കുന്നതിൽ അധികമായിട്ട് പ്രാർത്ഥിക്കുന്ന സഭയാണ് TPM സഭയെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് എൻ്റെ പല സ്നേഹിതരും അങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട്. TPMലെ മുഴുസമയ പ്രവർത്തകർ അവരുടെ വിശ്വാസികൾക്ക് വേണ്ടി ധാരാളമായി പ്രാർത്ഥിക്കുന്നു. എനിക്ക് ഒരു അപേക്ഷയുള്ളത്, അരുണുമ്മനെ പോലെ ഇനിയും ചെറുപ്പക്കാർ പുറത്തു വന്നിട്ട് ഈ മുഴുവൻ പെന്തക്കോസ്തിനും മാനഹാനി ഉണ്ടാക്കുന്ന ഇത്തരം പ്രസ്താവനകൾ നടത്താതിരിക്കാൻ വേണ്ടി ഇങ്ങനെ മനമുരുകി പ്രാർത്ഥിക്കുന്ന എല്ലാവരും പ്രാർത്ഥിക്കണം. ഞാനും പ്രാർത്ഥിക്കാൻ കേട്ടോ. N+RN ചേട്ടാ, ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മുടെ ചെറുപ്പക്കാർ മടങ്ങി വരണമെന്ന് പറഞ്ഞ് ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം നിങ്ങളും പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഇത് നിവൃത്തികോട് കൊണ്ടാണ് എനിക്ക് എന്താ പറഞ്ഞത്, ഈ അരുൺ ഉമ്മൻ ആരാണെന്നുള്ളത് വെളിപ്പെടുത്തേണ്ടതായിട്ട് വന്നത്. ഇനി നമ്മുടെ ചെറുപ്പക്കാർ കേട്ടുകൊള്ളണം. ഈ അരുൺ ഉമ്മനെ പോലെയുള്ളവരുടെ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് കൺഫ്യൂസ്ഡ് ആകാതെ നിങ്ങൾ അന്വേഷിക്കണം, ഈ വ്യക്തി ആരാണ്, ഈ വ്യക്തിയുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ പെന്തക്കോസ്തിനെതിരെ സംസാരിച്ചത്. എന്തെങ്കിലും അതിന് ഒരു കാരണം കാണും. അതുകൊണ്ട് നമ്മുടെ പെന്തക്കോസ്ത് സഭയെല്ലാം ഇങ്ങനെയാണെന്ന് പറഞ്ഞ് നമ്മുടെ കുഞ്ഞുങ്ങൾ നിരാശപ്പെടേണ്ട
കാര്യമൊന്നുമില്ല. ഒത്തിരി നല്ല ബന്ധുക്കോസുകാരും ഒത്തിരി നല്ല ബന്ധുക്കോസ് സഭകളും ഒക്കെ ഉണ്ടെന്നുള്ളതാണ് വാസ്തവം. ഇനിയും 3 ചോദ്യങ്ങൾ ബാക്കിയാണ്. എനിക്ക് തോന്നുന്നു ഈ വീഡിയോ ഒത്തിരി നീണ്ടുപോവുകയാണ്. അതുകൊണ്ട് വിശദീകരണ ഭയം കൊണ്ട് ഞാൻ അടുത്ത ഒരു വീഡിയോ ഇന്ന് തന്നെ ഉണ്ടാക്കിയിടാം. അതായത് ബാക്കി 3 ചോദ്യങ്ങൾക്ക് ഉത്തരം. അല്ലെങ്കിൽ ഈ വീഡിയോ ഒരുപക്ഷെ 1.5 മണിക്കൂറായി പോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. ഉത്തരങ്ങൾ എല്ലാം നമ്മുടെ കയ്യിൽ റെഡിയാണ്. എല്ലാവർക്കും നല്ല ദിനം ആശംസിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. God bless you all. Have a wonderful time.